So we have some Alappuzha Gymkhana boys and girls. Arthinu വേണ്ടോ പിക്കപ്പ് പ്ലേ ഒക്കെ പറയണ അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല. പട്ടി ഷോ കാണിച്ചുള്ള ഒരു സംഭവമാണ്. നമ്മൾ കാരണം കൊളായി പോകുന്നുള്ള സാധനം. ഇപ്പൊ റഹ്മാൻകാടെ പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ്. ഷോണും ഫ്രാങ്കോ ഒക്കെ തന്നെ അവരുടെ കുറച്ച് ഡ്യൂറേഷൻ ഉള്ള ഫൈറ്റ് അവര് പറയട്ടെ. അല്ല ട്രെയിലറിൽ വരെ കിടിലൻ ഡയലോഗ് ആയിരുന്നല്ലോ, എന്റെ ഇടി കൊണ്ട് ഓടാൻ കുറച്ച് സ്ഥലം വേണം. ഭാഗമുള്ള മാത്രമേ എന്താ അറിയായിരുന്നോ? നോയില ഇല്ല, അല്ല പറഞ്ഞതാ. പാട്ട് ഇഷ്ടമാണ് എനിക്ക്. വിരൽ തൊട്ട പാട്ട് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല ഒട്ടും പാടില്ല. ശിവകാർത്തി വേണ്ടി ശിവകാർത്തി വേടി പള്ള് മാനി സ്റ്റേഡിയം. കുട്ടിയുടെ വേറെ വാക്ക് ചേട്ടൻ കുട്ടി ഇല്ല. അന്ന് മാറ്റി തരുമോ? ഇതെങ്ങനെ പറയാനാണ് ജാമരൻ അതാണ് നീ ഇരുന്നിട്ട് ഇതെന്നെ 1.5 മണിക്കൂർ എപ്പിസോഡ് ആയി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. സോ വി ഹാവ് സം ആലപ്പുഴ ജിംഖാന ബോയ്സ് ആൻഡ് ഗേൾസ്. സോ വെൽക്കം ഓൾ. ഇപ്പോൾ നിങ്ങളൊരു സിനിമ ചെയ്തു, റിലീസിന് എത്താണ്. ഏറ്റവും എക്സൈറ്റഡ് ആരാണ്? ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് ആർക്കാണ്? എക്സൈറ്റ്മെന്റ് കൊണ്ടുള്ള ടെൻഷനേ ഉള്ളൂ, കുറച്ച് കൂടിപ്പോയി. ഇല്ല, കൂടുതൽ കുറച്ചുകൂടെ മിസ്റ്റർ കൂൾ ആരാ? ഇറ്റ്സ് ലൈക്ക് എല്ലാവർക്കും അത്യാവശ്യം ടെൻഷൻ ഉണ്ട്. കൂളായ പോലെ അഭിനയിക്കുന്നത്. അല്ല, പൊതുവെ നമ്മള് ഒരു സിനിമ ചെയ്യുമ്പോ അതില് ഇപ്പൊ നിങ്ങൾക്കറിയാം, പുറത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഖാലിദ് റഹ്മാൻ സിനിമ അല്ലെങ്കിൽ തലമാലയ്ക്ക് ശേഷമുള്ള സിനിമ എന്നൊക്കെ പറയും. നിങ്ങളോട് ചോദിക്കുമല്ലോ എന്താ ഈ സിനിമ എങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ടെൻഷൻ ഉണ്ടാവില്ല, സിനിമ ചെയ്തൊക്കെ ശരിയായിട്ട് വരുമോ എന്നുള്ളതൊക്കെ. അപ്പൊ ആ സമയത്തൊന്നും ഇപ്പൊ റിലീസിന് കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ചോദിച്ചതാ. ഒബ്വിയസ്ലി ആ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, എസ്പെഷ്യലി അങ്ങനെ ആർക്കും എല്ലാവരും സെയിം ലെവൽ തന്നെ ടെൻഷൻ. പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് അല്ല, ഈ പറഞ്ഞ ടെൻഷൻ ഉണ്ട്. അതായത് നമ്മൾ കാരണം കൊളായി പോകുന്നുള്ള സാധനം. ഇപ്പൊ റഹ്മാൻകാടെ പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ്. അപ്പൊ അതിൽ നമ്മൾ കാരണം ഒരു മോശം പറയാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്ക് ഞാനും കാർത്തിയും കൂടെ ഇടയ്ക്ക് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ ഇതെന്താവും മറ്റേ അങ്ങനെയുള്ള ബേസിക് എക്സൈറ്റ്മെന്റ് കാരണം വരുന്ന ഒരു ടെൻഷൻ. അല്ല, പടം ഇറങ്ങുന്നതിനെ കുറിച്ചും മറ്റേ ഓരോ കണ്ടന്റ് പുറത്തു വരുമ്പോഴും അതിനെ കുറിച്ചൊക്കെ ചർച്ച പകല് സംസാരിക്കുന്ന മാത്രം പറഞ്ഞു. അല്ല, ഈ പറഞ്ഞോണം നമുക്ക് ഇപ്പൊ എല്ലാവർക്കും സ്വന്തം ഒരു സാധനത്തില് ഒരു ടെൻഷനും കാര്യങ്ങളുണ്ടാവും. നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഓഫ് കോഴ്സ് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിപ്പോ നമുക്ക് അതിന്റെ പേരിലുള്ള ഒരു ടെൻഷൻ ഉണ്ട്. നമ്മൾ ഓക്കെയാണ്, നമ്മൾ കണ്ട പരിപാടികൾ വെച്ച് നമ്മൾ ഓക്കെയാണ്. പിന്നെ ഇങ്ങനെ ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഹാപ്പിയാണ്. ഈ പറയുന്ന വലിയ അത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പടം വരുന്നു, നമ്മളിലേക്ക് നമ്മുടെ കൂടിയുള്ള ഒരു പടമാണ് എന്നുള്ളൊരു സന്തോഷം പരിപാടി ഉണ്ട്. അങ്ങനെ ഈ ഫ്രാങ്കയുടെ ലുക്ക് കഥ പറയുമ്പോഴുണ്ടായിരുന്നു, കളറൊക്കെ ഇല്ല. നമ്മ എന്താ ലുക്ക് ടെസ്റ്റിന്റെ ലാസ്റ്റ് ദിവസം കേട്ടല്ലേ, പൂജയുടെ ദിവസം. അതായത് പൂജയുടെ ദിവസം ഷൂട്ടിന്റെ തൊട്ട് എന്നാണ് നമുക്ക് എല്ലാവരും ഹെയർ സെറ്റ് ചെയ്തു, പരിപാടികളൊക്കെ ലുക്കും പരിപാടിയൊക്കെ സെറ്റ് ആയി. എനിക്ക് ആവുന്നില്ല, അവസാനം ജിംഷിക്കാൻ വന്നിട്ട് പറഞ്ഞ ബോണ്ടൊക്കെ വെള്ളം പറഞ്ഞു, അങ്ങനെ പോയി ചെയ്തു. പിന്നെ അത് അങ്ങനെ ആയതാണ്. കൂട്ടത്തിൽ ആർക്കായിട്ട് ഇടി ഉണ്ടാവാനപ്പോ കുറച്ചുകൂടെ ആക്ഷനിൽ ഭയങ്കര അധികം മികച്ചു നിന്ന ആരായിരുന്നു ഇതില്? കാർത്തിക് പറയല്ല, ഷോണും ഫ്രാങ്കോ ഒക്കെ തന്നെ അവരുടെ കുറച്ച് ഡ്യൂറേഷൻ ഉള്ള ഫൈറ്റ് അവര് പറയട്ടെ. അല്ല ട്രെയിലറിൽ വരെ കിടിലൻ ഡയലോഗ് ആയിരുന്നല്ലോ, എന്റെ ഇടി കൊണ്ട് ഭാഗമുള്ള മാത്രമേ ഫൈറ്റ് ഭാഗമുള്ള. ആ നെറ്റിപ്പടം തന്നു കിട്ടോ അങ്ങനെ? ഇല്ല, ചോദിച്ചു തന്നില്ല. അത് എല്ലാവരുടെയും ഉണ്ടായിരുന്നു. എല്ലാരും എൻട്രി നമ്മളങ്ങനെയൊക്കെ പട്ടി ഷോ കാണിച്ചുള്ള ഒരു സംഭവമാണ്. 4 പേരുടെ മുമ്പിൽ മെയിൻ ആവാൻ വേണ്ടിയുള്ള കുറെ പിള്ളേരുടെ ആഗ്രഹം, അത്രേ ഉള്ളൂ. എന്നിട്ട് നടന്നോ? കണ്ടോ? കൂട്ടത്തിൽ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ആള് ഇന്റർവ്യൂല് ഇപ്പൊ വലുതായിട്ടൊന്നും സംസാരിക്കാറില്ല, അതായിരുന്നു ഞാൻ മിണ്ടായിരുന്നത്. എന്താ ചോദിച്ചേ? അല്ല നെറ്റിപ്പട്ടം ചോദിച്ചാ? എനിക്കാ നെറ്റിപ്പട്ടത്തൊന്നുമില്ല.
എനിക്കില്ല അതിൽ തന്നെ. തൃശ്ശൂർ എവിടെ വീട്? തൃശ്ശൂർ അയ്യന്തോട്. നിങ്ങളുടെ പൊതുവെ സെറ്റിലൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയാ? സെറ്റിലല്ലല്ലോ ആദ്യം കണ്ടത്. അല്ല മീൻസ് അതിന്റെ ഒരു പ്രോസസ്സിലൊക്കെ നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടൊക്കെ? ഞാനും നോയലയും സെറ്റിലാണ് ഫസ്റ്റ് എല്ലാരെയും മീറ്റ് ചെയ്യുന്നത് ഒരുമിച്ച്. അപ്പം ഐസ് ബ്രേക്കിംഗ് സെക്ഷന്റെ ആവശ്യമൊന്നും വന്നില്ല. സെക്കൻഡ് ആയപ്പോ ഓട്ടോമാറ്റിക്കലി സംസാരിച്ച് ഐസ് അങ്ങ് മെൽറ്റ് ആയി ബ്രേക്ക് അങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സെഷന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എല്ലാരും പെട്ടെന്ന് തന്നെ കമ്പനിയായി, എല്ലാം ജോളി ചിൽ. ഞാൻ ഇതുപോലെ ഒരു ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാ എത്തുന്നത്. ഞാൻ ലാസ്റ്റ് ആയിരുന്നു ഒരു ക്യാരക്ടർ വരുന്നത്. ഐ മീൻ ക്യാരക്ടർ വാസ് ഓൾറെഡി റിട്ടൺ, ബട്ട് ഞാനത് ചെയ്യുന്നത് ഇവര് സെറ്റില് വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞ് സെറ്റിൽ വന്നിട്ടാണ് ഓഡിഷൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വന്നത് ഞാനാണ്. ബട്ട് Ananda and I both went to the actual film set where we were shooting in Alappuzha together. അപ്പോൾ അങ്ങനെയാണ് ഞാനും finish the following sentence. സിനിമയിലേക്ക് ശിവയുടെ ഫസ്റ്റ് ഷോട്ടൊക്കെ എങ്ങനെയായിരുന്നു? ബോക്സിംഗ് തന്നെയായിരുന്നു? ഇല്ല, എനിക്ക് ബോക്സിംഗ് ഇല്ല. പരിപാടിയിൽ ബോക്സിംഗ് ഇല്ല. ഫസ്റ്റ് ഷോട്ടൊക്കെ ബോക്സിംഗ് അല്ല. നമ്മള് അവിടേക്ക് വരുന്ന ഒരു എൻട്രി പരിപാടി എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മളെല്ലാരും 5-6 മാസമായിട്ട് ട്രെയിനിങ്ങിന്റെ സമയം മുതൽ ശ്രദ്ധിച്ച അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല. അല്ല, നേരത്തെ എല്ലാവരെയും ഇതുപോലെ പരിചയമില്ലെങ്കിലും എല്ലാവരെയും അറിയാലോ. അപ്പൊ എല്ലാരും പേർക്ക് നോയില ഇല്ല. പക്ഷെ നീ ഓഡിഷൻ വന്ന സമയത്ത് നമുക്കറിയാം, അത് ക്യാരക്ടർ ഡിസൈഡ് ആവുന്നതിന് മുന്നേ ഓഡിഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് അല്ല പറഞ്ഞതാ. പിന്നെ ഇതാ നമ്മള് കഴിഞ്ഞ ജാനുവരി മുതൽ എല്ലാരും ട്രെയിനിങ് പരിപാടി, ആ സമയം മുതൽ തന്നെ എല്ലാരും വൻ കമ്പനിയാണ്. അപ്പൊ ഒരു ദിവസം എങ്ങനെ പോയാലും എല്ലാ ദിവസവും കാണും. പിന്നെ ഇവര് രാവിലെ ജിമ്മ് കഴിഞ്ഞ് നേരെ ബോക്സിങ്ങിന്റെ സെഷൻ അവിടെ വരുമ്പോ ഞാൻ അങ്ങോട്ട് നേരെ ജോയിൻ ആയി. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും എല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വൺ ജെല്ലായിരുന്നു. നിശാന്ത് എന്താ പറഞ്ഞു പ്രോസസ്? ഷൂട്ടൊക്കെ ചെയ്യണം പറയാലോ. ഈ ഇതിനെപ്പറ്റി സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇപ്പൊ മൂവിയിലോട്ട് വരുവന്നേരം ഒരു ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല. ഇത് ഇപ്പൊ ഓഡീഷന് പോകുമ്പോഴും ഞാൻ ആദ്യം കൊടുത്തപ്പോഴൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യം അയച്ചു കൊടുക്കുക ചെയ്തത്. പിന്നെയാണ് ഓഡീഷനൊക്കെ വിളിച്ചത്. അപ്പൊ അതിന് ചെല്ലുമ്പം അച്ഛൻ തന്നെ പറഞ്ഞത് ഇങ്ങനെ 100 ആൾക്കാർ അയക്കുന്നതാണ്. അപ്പൊ അതിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എങ്ങനെ കിട്ടിയാൽ നിനക്ക് നല്ലൊരു സ്റ്റാർട്ടാണ്. ഖാലിദ് റഹ്മാൻ മൂവിയിൽ ഒരു ഡെബ്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയൊരു ഇതാണ്, ഭാഗ്യമാണ്. അപ്പൊ അത് കിട്ടിയാൽ ഗുഡ് ഫോർ യു. അങ്ങനെ അത്രേ ഉള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ മറ്റ് ക്ലാസ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛന് പാട്ടുകളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. മറ്റേ പ്രൈവറ്റ് ബസ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അച്ഛന് പാട്ടുകളൊക്കെ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. ശരിക്കും വീട്ടിലൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. വീട്ടില് പാട്ട് വെച്ചതായിട്ടേ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ അച്ഛൻ്റെ മൂവീസ് അങ്ങനെ അച്ഛൻ്റെ മൂവിയാണ് പോയി കാണണം അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. എല്ലാവരും കാണുവാണെങ്കിൽ പോയി, ഞാനും അമ്മയൊക്കെ അതെ അങ്ങനെ അച്ഛൻ്റെ മൂവീസ് ഫോളോ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. അച്ഛനും അങ്ങനെ എൻ്റെ മൂവി ഇറങ്ങിപ്പോയി കാണണം അങ്ങനത്തെ ഒരു ഇതില്ല. അച്ഛൻ്റെ വർക്ക് ചെയ്യുന്നു, വരുന്നു, അഭിപ്രായം കേൾക്കുമ്പോൾ പോയി കാണും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അച്ഛൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു തോട്ട് പോയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാട്ട് കേൾക്കും. പാട്ട് ഇഷ്ടമാണ് എനിക്ക്. വിരൽ തൊട്ട പാട്ട് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഒട്ടും പാടില്ല, പ്ലീസ് പാടില്ല. അപ്പൊ ഞാൻ കുറച്ച് സിനിമ പേരുകള് ഞാൻ തരാം, നിങ്ങള് ഇനാക്ട് ചെയ്ത് കാണിക്കണം. ഫസ്റ്റ് വരിക കാർത്തിക്. ഞാൻ കണ്ട് പഠിക്കട്ടെ. മനസ്സിലായോ? മലയാളമാണോ? മലയാളം. മലയാളം. അത് പറയാൻ പാടില്ല. എത്ര വേർഡ്സ് ഉണ്ട്? ഒറ്റ വാക്കേ ഉള്ളൂ. പഴയ മൂവിയാണോ? മിഡിൽ? സംഭവം പഴയത്. നമ്മൾ ചോദിക്കണേ. He can't talk. So he has to show something. I'm going to understand. ഇനി ആക്ഷൻ പറയുമോ? പഴയതെന്നല്ലോ പറഞ്ഞത്. പഴയത് മലയാളമാണ്. വൺ വേർഡ്. ഓക്കെ. ശിവ, ഞാൻ, നീ, എല്ലാം വിട്ടു. എല്ലാം നമ്മൾ ഞാൻ ആരോ വേറെ മാറ്റി പറയണം. ഏതോ
ആരൊക്കെയോ ഒറ്റ വീടാണോ? ഒന്നുകൂടി കാണിച്ച്. വേറെ മമ്മൂട്ടിയാണ്, മോഹൻലാൽ, പൃഥ്വിരാജ്, ദിലീപ്, നിറം. ഫഹദ് ഫാസിൽ, ആണല്ലോ അല്ലേ? അയ്യോ, അത്രയും പണ്ടത്തെ അപ്പൊ ദിലീപ്, ജയറാം. Oh my god, I got it. അല്ലല്ല, Not ജയറാം, ജയറാം. ഞാനും നീ ആരാന്നോ? ആണ് ആണ് ശിവ, ഞാനാരോ കാർത്തി, ഫ്രണ്ട്സ് ഫ്രണ്ട്സ്, Brothers, സഹോദരൻ, ഇടി, ശിവകാർത്തി അടി, ശിവകാർത്തി ഉണ്ട് അവിടുത്തെ. ശിവകാർത്തി ശിവകാർത്തി ശിവ ശിവകാർത്തികേയമോ? ആ ആ സിനിമയുടെ പേരാണ് ആ ഓ എനിക്കറിയില്ല, പറഞ്ഞോ. അയ്യോ 2 ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ടാസ്ക് കൊടുക്കാം. ഇത് കാണിച്ചു ഒരു ക്ലൂത്താ ഇങ്ങനെ ഇത് പടത്തിന്റെ പേരെന്താ? ശിവകാർത്തിയുടെ കറക്റ്റ് ആണോ? ജയറാമിന്റെ പേരാണ് അയ്യോ വേണ്ട, ശിവകാർത്തിക എന്തോ ഉണ്ട് ശിവകാർത്തി, ശിവകാർത്തി വെടി ശിവകാർത്തി വേടി. ശിവകാർത്തി എടാ ശിവകാർത്തികേയന്റെ പടത്തിന്റെ പേരെന്താ? അമരൻ. ഈ പടത്തിന്റെ അമരൻ. അമരൻ, ജയറാമിന്റെ പടം. അവന്റെ അമ്മോ അതാണ് നീ ഇരുന്നിട്ട് ഒരൊറ്റ അടി. അമരന്റെ പടത്തിന്റെ പേര് ഇങ്ങോട്ട് വരേണ്ടി വരും. ഡാൻസ് കളിക്ക് ഡാൻസ് ഒന്നും കളിയാ. എവരിഡേ എവരിഡേക്ക് ഡാൻസ് കളിക്ക് ഡാൻസോ എവരിഡേക്കോ? അത് പാട്ടിട്ട് പാട്ട് സ്വയം പാടുക, 2 സ്റ്റെപ്പ് ഇടുക, അത്രേ ഉള്ളൂ. എവരിഡേ Everyday. എന്നിട്ട് 2 step. എവരിഡേക്ക് മറ്റേ ലുക്ക് ഇട്ടാ മതിയല്ലോ. നീ ഇറങ്ങുന്നു അപ്പുറത്ത് ഇല്ല. അതാ അല്ല, ഡാൻസ്. 2 സ്റ്റെപ്പ് ഇട്. ബോട്ടിൽ അതെയണ്ട നോട്ടം ഡാൻസോ എവരിഡേക്കോ? ദൈവമേ, അതൊന്നും വേണ്ട. വേണ്ട പോട്ടെ ആ ഓക്കെ ചെല്ലാം. ഷോണേ കമോൺ. ഷോൺ. എന്തായാലും നീ പോണം. അവിടെ ഇരിക്ക ഇത് ഈസിയാടാ വെള്ളം, ഷറാബ്, കള്ളോ? കള്ള്, പാനി, പാനി, പാനി. കലാപാനി. Hey, you have to give me points also. പറഞ്ഞു പാനി വന്നോണ്ടാണ് കാലപ്പനി കിട്ടിയത്. ജോയിന്റെ ഇങ്ങനെ പറഞ്ഞു നടക്കണം ആ കമോൺ. നീ എന്താ എനിക്ക് കാണിക്കാൻ പോണേ? ഞാൻ ഒന്ന് കാണട്ടെ. നാരായണ നാരായണ എന്താണ് എസ്സയോ? മലയാളം അല്ലേ? അത് ഇതൊന്ന് മലയാളം വായിക്കും. കുറച്ച് ഉറക്കെ പറയണേ. ഏത് സിനിമയുടെ പേരോ? കാട്ടിലെ കാട്ടാണ് 4 words. Old movie, new movie. Old movie. Okay. Second movie. Second word. Misha. മേലെ പറമ്പിൽ ആൺവീട. ചേട്ടൻ ബാബ, അനിയൻ ബാബ, Baby. ചേട്ടൻ കുട്ടി, കുട്ടി, അച്ഛൻ, ചേട്ടൻ, കുട്ടി, ചേട്ടൻ, കുട്ടി. ആ ചേട്ടന്റെ വേറെ വാക്ക്. First, second word is കുട്ടി. കുട്ടിയുടെ വേറെ വാക്ക് വാവ. വാവ Baby. Small. ചേട്ടൻ Sean. ബാബയാണോ? Joy. വാവയല്ല. കുട്ടിയുടെ വേറെ വാക്ക് ചേട്ടൻ കുട്ടി അതിലുണ്ട്. ഇല്ല. First word. പോരട്ടെ തലയിറങ്ങി വീണോ? പെട്ടെന്ന് നിങ്ങക്ക് ടാസ്ക് കൊടുക്കാട്ടോ. ഇത് അന്ന് മാറ്റി തരുവോ? വേറെ ഒരെണ്ണം. അല്ല എനിക്ക് ടാസ്ക് കൊടുക്കും, കുഴപ്പമില്ല. വേണ്ട വേറെ മാറ്റി കൊടുക്കാം നമുക്ക് ഗെയിംസിന്റെ റൂൾസ്. Okay. ടാസ്ക് എന്നാ പടത്തിന്റെ പേര് പറയാം. നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ. ഞാൻ മകനാണ്, അച്ഛൻ മകൻ. അപ്പൊ നീ മകനല്ല. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നത്. Now Shiva, you give her task. ഏതാ? നോക്കട്ടെ ഞാൻ നോക്കി നോക്കട്ടെ അവിടെ പോയിട്ട് അല്ല അത് അല്ല നീ എന്താ നോക്കണ്ടേ? അല്ല പേപ്പർ അരെ she നീ അവിടെ നോക്കാം. നിനക്ക് ടാസ്ക് തരാം. പറഞ്ഞോ. എന്താ ടാസ്ക്? ടാസ്ക് പാട്ട് പാടണം. അതെനിക്ക് അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല. എന്താ ഒരു dialogue പറ from our film.
കുറച്ച് വലുതാണെങ്കിൽ അല്ലടാ എന്റെ ഇടികൊള്ളുന്നവർക്ക് കിടന്ന് ഓടാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ മതി. അടുത്ത ഓ സൂപ്പർ. ഇതൊന്നും ഇവര് കണ്ടിട്ടില്ല അളിയാ. ഇവരൊന്നും നീ പറഞ്ഞ നീ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും ആൾക്കാർ 3 വാക്ക്. 3 മലയാളം പടം. ആ ലാലേട്ടൻ. ലാലേട്ടൻ. ഫുട്ബോൾ, തോക്ക്, ഹോക്കി, ക്രിക്കറ്റ്, സ്പോർട്സ്, स्पोर्ट्स का मलयालम, स्पोर्ट्स, स्टेडियम. എന്തിത്? സ്പോർട്സിന്റെ മലയാളമാണോ? സ്പോർട്സ് സ്പോർട്സിന്റെ ഒരു ഇറ്റ്സ് എ സ്പോർട്സ് ഫിലിം. ഇറ്റ്സ് എ സ്പോർട്സ് ഫിലിം. ആ ഫുട്ബോൾ പടാണോ? ഫുട്ബോൾ പടാണോ ലാലേട്ടന്റെ? ഫുട്ബോൾ പടം. ആ സേ മോർ, ഡു മോർ. അതിൽ സ്പോർട്സ് ആണ്. കടലാണോ? കടൽ കടൽ. മൂന്ന് പേരാണ്. കടലല്ല, അത് മഹാസമുദ്രം. സ്പോർട്സ് പടം. എന്നാലും ആ ഒരു First സാധനം എന്താ? പേര് കാണിക്കറ പേര്. എന്ത് സ്പോർട്സ്? ലാലേട്ടൻ എന്ത് സ്പോർട്സ് കളിക്കണം? ആ ഭയങ്കര സിമ്പിൾ ആണ്. പുതിയ പടം സിമ്പിളാ കാണാൻ. പറ. രണ്ടാമത്തെ വാക്ക്, മൂന്നാമത്തെ വാക്ക്, ഏതെങ്കിലും വാക്ക് പറ. രണ്ടാമത്തെ Rowing. അക്കരെ തുഴയല. അക്കരെ തോണി. ആ തോണിയുടെ തോ അല്ലെങ്കിൽ നീ. തോണി. Second word is തോണി. സെക്കൻഡ് വേർഡ് തോണി. എടാ ഒളിമ്പ്യൻ അന്തോണിയാണ്. അതില് 3 വാക്ക് എവിടെ? 5 വട്ടം വരച്ചാ ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഞാനില്ല, എനിക്കിത് ഞാൻ ഹിന്ദി പടം തരാം. ഹിന്ദി പടം. നീ ഒരെണ്ണം പറഞ്ഞു കൊടുത്തറിയില്ലേ? Oh no. Oh, yes. Oh shit. This is going to be Okay. ഏതാ പടം? 2 words. 2 words. First word. ഇവിടെ. Second word. വി V. വി വി ഫോർ വിക്ടറി. V. ചക്കക്കുതൻ. I can do it, but it will be very vulgar for the other guy. I can't do it. വി Ha. ഷാരുഖ് ഖാൻ. ആക്ടർ ആരാ? You won't be able to guess the act. I mean, we won't be able to guess the actor. Okay, fine. 2 words. 2 words. First word is V. വി വീര വീര. Name an actor with V. ഏ? No, name a name with me. V. വിക്രം സായിബായി. ഏ? വിക്രം is a word. Vivek. വിക്രാന്ത്. Okay. Second വി word. വിയർഞ്ഞു. വിറക്കം. Give. Give. Bangle. Vala. അതൊക്കെ നശിപ്പിക്കും. ഗിവിംഗ്. ജിംഷിക്കല്ലേ ക്യാമറ? ഹിന്ദി വേർഡ്. Ha. ഗിവിംഗ്. Ha. വിക്കി 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 ഡോണർ. Correct. ഡോണർ. Oh, Shiva. അവിടെ വരെ എത്തി. Well done. Finish Well ചെയ്തു. done. എനിക്കുണ്ട്. Yes. പറഞ്ഞറിഞ്ഞിട്ടില്ല കേട്ടാ. Ayushman Khurrana. ഓ മാൻ, അതെ ആർക്കോ കിട്ടലെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ജാങ്കോ ആ ഇത് മറ്റേ ഇത് ഭയങ്കര പാടാ. ഓ അത് ട്രൈ ചെയ്ത് നോക്കടാ. ചെയ്യടാ ജാങ്കോ. എന്തേലും ടാസ്ക് ഒന്നുമില്ല. ട്രൈ ചെയ്യ്. പുതിയതാടാ. അല്ലേ പറ. എത്ര വാക്കുണ്ട്? കുറേ ഉണ്ടെടി. അത്രയും വലിയ സിനിമയോ? 4. 4. ആദ്യത്തെ എന്തെങ്കിലും ഇടയിൽ തുറന്നൊന്നും കാണിക്കും. Baby. കുട്ടി. Chota. Bacha. വാവ. വേറെ മകൻ. കുട്ടി, കുട്ടി, മകൻ, മകൾ, മോൻ. കുറച്ച് വലിയ കുട്ടിയാ. ആൺകുട്ടിയാ. ആരഭിനയിച്ച? ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, സുരേഷ് ഗോപി, ദിലീപേട്ടൻ. ടോവിനോ, ദുൽഖർ. പുതിയ പടാ. എടീ അടുത്തിറങ്ങിയിട്ട് പടം. ഈ അടുത്തിറങ്ങിയ അതിലൊരു നായകൻ. Basil. തിയേറ്ററിൽ ഇപ്പൊ നേരത്തെ കളിച്ചോണ്ട് പടത്തിലൊരു നായകൻ. കുഞ്ചാക്കോവൻ. യാ. ഓഫീസർ ഓൺ ഡ്യൂട്ടി. okay. ഓഫീസർ ഓൺ നോ ഡ്യൂട്ടി. അതല്ല. ചാക്കോച്ചന്റെ പടം. ഇയാളൊക്കെ ഞാൻ ഇങ്ങനെ അടി. പറഞ്ഞു. ഏതാ നോക്ക്. അതായത് ഞാൻ കുറച്ച് ടഫ് എഴുതാ. Letter. Write. അക്ഷരം. Write. എഴുത്ത്. എഴുത്ത്. Yeah. ആരാ? Yes. എഴുത്ത്. Right, wrong. Oh, he's a writer in the film. No, he himself is a writer. ഫസ്റ്റ് വേർഡ് ഒരു Baby. Bacha. ചെറുത്. കുട്ടി.
ആ മോഹൻ വേറെ വേർഡ് പറ. ഒരാൾക്ക് വേറെ വേർഡ് പറ. മകൻ അല്ല പ്രേം പൂജാരി ഇവര് പറയുന്നില്ലല്ലോ. മോൻ ആ ഇല്ല വേറെ പറ. പ്രേമിക്കുന്നുണ്ട് കേട്ടണ ഏതടാ ഒരു കുട്ടിയുടെ വേറെന്താ പറയാ? കുട്ടിക്ക് വേറെ എന്താ പറയാ ക്രാവ്. ചുങ്കട് വാ അല്ല അത് വേറെ. ഞങ്ങളങ്ങനെയൊക്കെ പറയാം. സ്മോൾ കുട്ടി. സ്മോള് ചെറുത് കുഞ്ഞു കുട്ടി. സ്മോളാ ഇംഗ്ലീഷ് അല്ല മലയാളം പറ. ഇതിന്റെ വേറെ പറ. കുഞ്ഞ് ആ അടുത്തെത്തി. കുഞ്ഞു. കുഞ്ഞുമോൻ. അല്ലെങ്കിൽ സോറി ഓണിങ് കുഞ്ഞു അങ്ങനെ പോവാം. മൊത്തം പേര് ആദ്യം പേര് ഓക്കെ ഇപ്പൊ കുഞ്ഞ് കിട്ടി ഇനി ലാസ്റ്റത്തെ എന്താ കുഞ്ഞില്ലത്. അപ്പൊ പിന്നെ ഈ കുഞ്ഞിനെ ഉറപ്പിച്ചില്ലേ ലാസ്റ്റ് വേണ്ടി ട്രൈ ചെയ്യും നിങ്ങൾക്ക് ടാസ്ക് കൊടുക്കാം. അതായിരിക്കും നല്ലത്. ഒരു ടാസ്കിലൊന്ന് ടാസ്കോ? ഞാൻ ടാസ്ക് വേറെ താഴെ എനിക്ക് വേറെ പടം പറഞ്ഞില്ല. എന്നിട്ട് ഏതാന്ന് പറ എന്നെ ഏത് last ഇന്ന് ഏതാന്ന് പറയാ ലാസ്റ്റ് ആളോ? ഒരു ടാസ്ക് ഒരു ടാസ്ക് കൊടുക്കും നിങ്ങൾ കുഞ്ഞു task. ടാസ്ക് ആരും ചെയ്തില്ല push-up അടിക്കും. പുഷപ്പ് അടിക്കാൻ. ഓ ഇത് കാണില്ലേ famous. അതൊക്കെ തെറ്റിയാ പറ്റും. പടത്തിന്റെ പേര് നീ പറ. അതാണ് ടാസ്ക്. ഏതാ പടം? കൊച്ചവ പോലായപ്പോ. ഓ എന്റെ സിനിമ അറിയായിരുന്നു പക്ഷെ കൊച്ചിനെ വേറെ മേടിച്ചെടുത്ത് ഞാൻ എന്താണ്? മറ്റേ ഫ്ലൈറ്റിൽ അതല്ലേ? കൊച്ചപ്പ പാപ്പ അറിയാൻ പറ്റുന്നില്ല. കൊച്ചപ്പയില്ല പല അയ്യോ ചാക്കോച്ചിന്റെ അയ്യപ്പൊന്നും ഓർമ്മ വരുന്നില്ല. എന്തൊക്കെയാണ് ഇതെങ്ങനെ പറയാനാണ് guys? പൗലോ പോലോ ഓ രക്ഷയില്ല. അപ്പൊ കഴിഞ്ഞു. പറ്റോ ആങ്കർ അവിടെ ഇരുന്നിട്ട് ഒരെണ്ണം കാണിച്ചു തന്നെ അല്ല അത് ശരിയല്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാട് പറ്റാൻ മാത്രം പോരല്ല അവിടെ ഇരുന്ന് പറഞ്ഞ അത് ഞങ്ങൾ സെലക്ട് ചെയ്തറിയാം അയ്യോ എനിക്ക് നോക്കാൻ പറ്റില്ല Oh, then ഞാനവിടെ ഇരിക്കണ്ടല്ലോ ചേട്ടൻ നോക്കിട്ട് വലിയൊരു സാധനം പറഞ്ഞു കൊടുക്കാം. ഇല്ലാത്തൊക്കെ ചോദിക്കും ജാങ്കോ കമോൺ. പണി വരുന്നുണ്ടാ പറയാ. ആ ഓക്കെ ഇവ പറയോ ഇത്? ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ. ഇല്ല പുലിവാർക്ക് അല്ല പട്ടാഭിഷേകം. ജയസൂര്യയുടെ പടം ആനച്ചന്തം ജയസൂര്യയുടെ അജഗജാന്ത അജഗജാന്തരം ശ്ശോ. can we give the one that we were talking about today? ഇവനോട് ചോദിച്ചില്ലേ ഒരു പടത്തിന്റെ പേര്? യെസ് You go and tell. Hey, you don't say, okay? എനിക്കറിയില്ല ആ ഇവനറിയണെങ്കിൽ അപ്പൊ പറയും കേട്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല ഏതാ ഇല്ല കേട്ടില്ല. ലാലേട്ടൻ ലാലേട്ടന്റെ പടം. കരയുന്നു ഭ്രമരം ആ ഭ്രമരത്തിന് തന്മാത്ര. ശേഷം വന്നു തന്മാത്ര ശ്ശേ, എന്താണത്? ഇത് എന്ത് simple എന്ന് പറഞ്ഞത്? You should not have listened to me. ഓർമ്മ നല്ല പാട് കൊടുക്കുന്നില്ല സിമ്പിൾ ആയി. ഇത് ചെയ് He's so confident. ഇത് കോൺഫിഡൻസ് കുറച്ച് കാണിക്കും മീശ മാധവൻ. ഉം. മീശ. ലാലേട്ടൻ മീശ പിരിച്ച ഏത് ഷർട്ട് പ്രേമം. പ്രേ. പ്രേമമാണ് ഫസ്റ്റ് വാക്കോ. പ്രേമം. പ്രേ. നേരം. 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 പ്രേമം. പ്രണയം. मेरे को നിവിൻ പോളിന്റെ പടമാണ്. തട്ടത്തിൻ നിവിൻ പോളി. ओम शांति ओशन. എനിക്കറിയോ മതി മതി താങ്ക്സ് അടിപൊളി അടിപൊളി. ഇതെന്നെ 1.5 മണിക്കൂർ എപ്പിസോഡായി. ജിംഖാന ഏറ്റവും എക്സൈറ്റഡ് പ്രോജക്റ്റുകളൊന്നും. അപ്പോൾ നിങ്ങൾക്കും അതിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും അതിലൂടെ ഒരു വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. Thank you. താങ്ക് യു.